എനിക്കൊപ്പം ഇരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? രാധാമണി അമ്മ. 70 വയസ്സ് പിന്നിട്ടിട്ടും ആ യൗവനം ഡ്രൈവിംഗിൽ ആ കരുത്ത് കാട്ടുന്ന നമ്മുടെ സ്വന്തം രാധാമണി അമ്മ. എ ടു സെഡിന്റെ രാധാമണി അമ്മ അല്ലേ? ഡ്രൈവിംഗിന്റെ എ ടു സെഡ് നമ്മുടെ രാധാമണി അമ്മയോട് ചോദിച്ചാൽ മതി. രാധാമണി അമ്മ പറഞ്ഞു തരും. ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട് നമുക്ക് ചില വാർത്തകൾ അറിയിക്കണം പ്രേക്ഷകരെ. ഇപ്പോൾ 70 വയസ്സ് പിന്നിട്ട അമ്മ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 70 കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, 70 കഴിഞ്ഞ ചെറുപ്പക്കാരികൾ. അപ്പോൾ അവരോട് അമ്മയ്ക്ക് പറയാനുള്ളത് എന്താ? അവർക്കിപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക. അപ്പം എൻ്റെ അമ്മയടക്കമുള്ള ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നുമില്ല, അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുക്കേണ്ടതല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ 70 കഴിഞ്ഞിട്ടൊരു ആഗ്രഹം ഇങ്ങനെ അങ്കുരിക്കുന്നു, ഒരാഗ്രഹം ഉണ്ടാവുന്നു, ഒരു ലൈസൻസ് എടുത്താൽ കൊള്ളാം, നടക്കൂ? തീർച്ചയായിട്ടും. കണ്ണിന് കാഴ്ചശക്തി വേണം, മെഡിക്കൽ ഫിറ്റ്നസ് വേണം. അതെല്ലാം ഓക്കെ ആണെങ്കിൽ ലൈസൻസ് കിട്ടാൻ അവർ തരൂല്ലെന്ന് പറയാൻ യാതൊരു അവകാശവും ഇല്ല. 70 കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് പ്രഷറും ഷുഗറും ഉണ്ടെങ്കിലും അതും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. കണ്ണ് ആരോഗ്യ പ്രശ്നം വേറെ എന്തെങ്കിലും, കൈകാലുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അത് വണ്ടി തിരിക്കണമെങ്കിൽ ഉള്ള ആരോഗ്യം വേണം. ലേണേഴ്സ് എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഈ അമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത്രയും പ്രായം കൂടിയ ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോ ഒരു 62 വയസ്സ് കഴിഞ്ഞ ലേഡി ഇപ്പൊ നമ്മുടെ അടുത്ത് ഹെവി എടുക്കാൻ വന്നിട്ടുണ്ട്. അവര് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല അവർക്ക്. എന്നാലും ആ അവര് ഒരു പാഷൻ അത്രേ ഉള്ളൂ. അല്ലാതെ അവർക്ക് അത് ഓടിക്കണം. ഈ 60 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ട്രക്ക് ഓടിച്ച് ജീവിക്കാനൊന്നും അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. മാത്രമല്ല എപ്പോഴും നമ്മളൊരു വാഹന ലൈസൻസ് എടുത്തിരിക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ബൈക്കിന്റെയോ ഒരു 4 വീലറിന്റെ എങ്കിലും മിനിമം എടുത്തിരിക്കണം. നീന്തൽ പഠിക്കുന്നത് പോലെ അല്ലേ? അത്യാവശ്യം ഞാനും നീന്തും. ആഹാ, അപ്പം ലൈസൻസ് മാത്രമല്ല നീന്തലും അറിയാം. അപ്പോ അതെന്ന് മുതലാ പഠിച്ചത്? അത് പഠിച്ചിട്ടൊന്നുമല്ല. പണ്ട് കുളത്തിൽ കുളിച്ചിട്ടുണ്ട്, ആ ഒരു ശീലം. പക്ഷെ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ അത്യാവശ്യം ഒന്ന് വീണാലും നമ്മൾ രക്ഷപ്പെടും, കരക്കെടുക്കും. തീർച്ചയായിട്ടും. അല്ലേ? എപ്പോഴെങ്കിലും വണ്ടി ഇടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഓടിച്ചിട്ട് ഇതുവരെ ഇടിച്ചിട്ടില്ല. ആദ്യം 2 വീലർ പഠിക്കുമ്പോ ഒന്ന് മറിഞ്ഞു വീണിട്ടുണ്ട്, അല്ലാതെ ഇന്ന് വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ വിശേഷങ്ങളുമായി രാധാമണിയമ്മ നമുക്കൊപ്പം തുടരുന്നുണ്ട് ഈ വാർത്താ പ്രഭാതത്തിൽ. അപ്പൊ രാധാമണിയമ്മയെ കണ്ടല്ലോ. 72ാമത്തെ വയസ്സിൽ ഹസാർഡസ് എക്യുപ്മെന്റ്സിന്റെ ലൈസൻസ് എടുത്തു, ഹസാർഡസ് വാഹനങ്ങളുടെ ലൈസൻസ് എടുത്തു രാധാമണിയമ്മ. വലിയ പെട്രോളിയം പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുപോകുന്നത്, ട്രക്കിന്റെ ലൈസൻസ്, ലിഫ്റ്റിന്റെ ലൈസൻസ്, എനിക്കൊന്നു ക്രെയിനിന്റെ ലൈസൻസ്, JCBയുടെ ലൈസൻസ്, ഫോർക്ക് ലിഫ്റ്റിന്റെ ലൈസൻസ്, ട്രെയിലറിന്റെ ലൈസൻസ്, ബസിന്റെ ലൈസൻസ്, ലോറി. 70 വയസ്സ് പിന്നിട്ടിരിക്കുന്ന രാധാമണിയമ്മയുടെ കയ്യിൽ ഇല്ലാത്ത ലൈസൻസ് ഇല്ല. ഏതാ ഇല്ലാത്തത്? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിങ്ങിന് പോയി, എന്നിട്ട് ആ ബോട്ട് ഓടിച്ചോ? ബോട്ടൊന്ന് ഹൗസ് ബോട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, സാധിക്കുമെന്ന് വിചാരിച്ചതുമല്ല. അപ്പോ ഒരു കൊല്ലത്ത് ഒരു ഫംഗ്ഷൻ വെച്ച് ഓടിച്ചു. വലിയ കപ്പലും പിന്നെ ആ തീവണ്ടി ട്രെയിൻ ഓടിക്കാൻ സാധിക്കില്ലെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഒരു ദിവസം നമുക്ക് റെയിൽവേയുടെ പെർമിഷനോട് കൂടി നമുക്കൊരു അല്ല, ഇപ്പൊ ഈ ബോട്ട് ഞാൻ അങ്ങനെയാണ്, എനിക്കൊരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മളല്ല ഓടിക്കുന്നത്, ലോക്കോ പൈലറ്റ് അല്ല യഥാർത്ഥത്തിൽ ഓടിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ലോക്കോ പൈലറ്റ് ആണ് ഓടിക്കുന്നതാണ്. സാങ്കേതികമായി ശരിയാണ്, പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ മാസ്റ്ററാണ് അത് ശരിക്കും നിയന്ത്രിക്കുന്നത്. ഏത് പാളത്തിൽ കൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അല്ലാതെ നമുക്ക് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇടത്തോട്ട് വെട്ടിച്ചു പോകുമല്ലോ, ആ പരിപാടി തീവണ്ടിയിലില്ല. അപ്പൊ നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. ഞാനൊന്ന് ഹെഡ്ലൈൻസ് വായിച്ചിട്ട് വരാം. ഇങ്ങനെ TV റൂമിലിരുന്ന് ഇത് നോക്കി വാർത്ത വായിക്കുന്നത് ആദ്യത്തെ അനുഭവം അല്ലേ? തീർച്ചയായിട്ടും. വാർത്ത വായിക്കുന്നു ഇല്ല. നമുക്ക് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ.